നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, നീ എൻ്റെ മാനസം കണ്ടു. ഹൃദയത്തിനൽ താര തന്നിൽ നിന്നും മനസ്സിൻ കൂരിരുൾ മാറ്റി. നീ എൻ്റെ പ്രാർത്ഥന കേട്ടു. ഹല്ലേലൂയ, സ്തോത്രം. യെസ് ഫ്രണ്ട്സ്, നമ്മൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്നത്, നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് എനിക്ക് ഈ ആഗ്രഹം സാധിക്കണം, ഈ ആഗ്രഹം ഒരു കാര്യസാധ്യത്തിനാണോ നമ്മളുടെ പ്രാർത്ഥന? അത് ദൈവത്തിന് പ്രസാദകരമായ പ്രാർത്ഥനയാണോ? ഒരിക്കലുമല്ല. ദൈവം സകലതും അറിയുന്നു. നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, നമ്മളുടെ ഹൃദയ ആഗ്രഹം എന്തോ ആണ്. ദൈവത്തിൽ നിന്ന് ഒരിക്കലും മറിഞ്ഞിരിക്കുകയല്ല. ദൈവം നമ്മൾക്ക് ഏറ്റവും നല്ലത് തന്നെ തരാൻ ആഗ്രഹിക്കുന്നു. തക്ക സമയത്ത് ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുക. അതിലുപരിയായി കർത്താവിനെ അനുഗമിക്കുക. അതിലുപരിയായി എനിക്ക് ഈ കാര്യം സാധിക്കണം, അതിനുവേണ്ടി ഞാൻ ബൈബിൾ വായിക്കും, അതിനുവേണ്ടി ഞാൻ ബൈബിൾ എഴുതും, അതിനുവേണ്ടി ഞാൻ ഉപവസിക്കും, അതിനുവേണ്ടി ഞാൻ ഇന്ന കാര്യങ്ങൾ സൽപ്രവർത്തികൾ ചെയ്യുന്നതിലുപരി തിരുവചനം നമ്മളെ കാര്യസാധ്യത്തിനായി ദൈവത്തെ പിൻചൊല്ലാനല്ല പഠിപ്പിക്കുന്നത്. വചനം പഠിപ്പിക്കുന്ന ആത്മീയ വളർച്ചയ്ക്കായി, നമ്മൾ ദൈവത്തോട് ചേർന്ന് നടപ്പാനായി, ദൈവത്തെ മുറുകെ പിടിക്കുവാനായിട്ടാണ് നമ്മളെ വചനം ആഹ്വാനം ചെയ്യുന്നത്. ഇന്നും എല്ലാ ദിവസവും, ഏത് ദിവസവും ദൈവത്തോട് കൂടെ നടക്കുവാൻ, ഏനോക്ക് ദൈവത്തോട് ചേർന്ന് നടന്നു എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ദാനിയേൽ 3 പ്രാവശ്യം എല്ലാ ദിവസവും പ്രാർത്ഥനാ വീരനായിരുന്നു നമ്മൾ തിരുവചനത്തിൽ കാണുന്നു. ദാവീദ് ദൈവത്തെ പാടി പുകഴ്ത്തി മഹത്വപ്പെടുത്തി സ്വന്തം ജീവിതത്തിൽ ദൈവത്തെ രുചിച്ചറിഞ്ഞ് ജീവിച്ച് എന്ന് നമ്മൾ കാണുന്നു. അതുപോലെ ദൈവം ആഗ്രഹിക്കുന്നു നമ്മളും ഈ ദൈവപുരുഷന്മാരെയും ദൈവസ്ത്രീകൾ അതുപ്രകാരം തിരുവചനത്തിൽ കാണിക്കുന്ന പ്രകാരം ദൈവത്തെ അറിഞ്ഞ്, ദൈവത്തെ രുചിച്ചറിഞ്ഞ്, ദൈവത്തെ സ്തുതിച്ച് ജീവിക്കുക. അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾക്ക് ലഭിക്കുമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ ബാക്കിയെല്ലാം ദൈവം നമ്മൾക്ക് തരിക തന്നെ ചെയ്യും. സൊലോമോൻ ദൈവത്തോട് ജ്ഞാനം അപേക്ഷിച്ചു. തൻ്റെ ഇസ്രായേൽ ജനത്തെ നീതിയോടും ന്യായപാലനം ചെയ്യുവാൻ ജ്ഞാനം ചോദിച്ചപ്പോൾ അതിനുപരിയായ ദൈവം സകലതും ശലോമോന് നൽകി. അതുപ്രകാരം നമ്മൾ കാര്യസാധ്യതയ്ക്ക് മാത്രമല്ല ദൈവത്തെ പിൻചൊല്ലേണ്ടത്. നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് നടപ്പാനായിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. അതറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരു സമയം നമ്മൾ വൃഥാവായി കളയല്ല. ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തോട് ചേർന്ന് നടക്കുക.